ഓണമുണ്ട് തലസ്ഥാനത്തെ തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇലയിൽ നിറഞ്ഞ വിഭവങ്ങൾ ആവോളം രുചിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. അങ്ങനെ ഓണം ആദ്യം എത്തിയതും മോഡൽ സ്കൂളിലാണ്. ഓണത്തിന് കുറച്ച് ദിവസം മാത്രം ബാക്കി നിൽക്കവേ മലയാളി മക്കളെ കാണാൻ തയ്യാറെടുക്കുകയാണ് മാവേലി തമ്പുരാൻ. പൊന്നു തമ്പുരാന്റെ വരവറിയിച്ച് ചിങ്ങവും എത്താൻ പോകുന്നു. ഓണത്തിന് മുമ്പ് പഠനത്തോടൊപ്പം ഓണമുണ്ട സന്തോഷത്തിലാണ് തലസ്ഥാനത്തെ പ്രശസ്ത വിദ്യാലയമായ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അങ്ങനെ ആദ്യ ഓണദിനങ്ങൾ കാലുകുത്തിയത് തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിലാണ്. ഓണസദ്യയിൽ എല്ലാ വിഭവങ്ങളും അണിനിരുന്നപ്പോൾ കുട്ടികൾക്കും സന്തോഷം. പായസവും ശർക്കര പരട്ടിയും എന്നുവേണ്ട വയറു നിറയെ സദ്യയുണ്ട സന്തോഷത്തിലായിരുന്നു ഉണ്ണികൾ. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓണാഘോഷമായിരുന്നു ഇന്ന്. നമ്മുടെ ധാരാളം പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു സ്കൂളാണ് തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂള്. അപ്പോൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ, സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ കണ്ടെത്തിയാണ് ഈ ഓണസദ്യ നടത്തിയത്. കുഞ്ഞുങ്ങൾക്കേറെ സന്തോഷകരമായി. അതിലുപരി അവർക്കൊരു കൃത്യമായ സന്ദേശം കൂടെ കൊടുത്തിരുന്നു. ഈ ഓണസദ്യ നമ്മുടെ ഒത്തൊരുമയുടെയാണ്. അതോടൊപ്പം തന്നെ ഗാസയിലും ലോകത്തെമ്പാടും ധാരാളം കുഞ്ഞുങ്ങൾ ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതെ വിശപ്പറിയുന്ന അല്ലെങ്കിൽ വിശപ്പ് മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ വറ്റും ഏറ്റവും വളരെ സൂക്ഷിച്ച് അന്നത്തോടെ വളരെ ആദരവോടെ ഭക്ഷണം കഴിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇലയിൽ ഒരല്പം പോലും ചോറ് ബാക്കി വെക്കാതെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചു. വളരെ മാതൃകാപരമായി തന്നെ, ഒരു ബഹളവുമില്ലാതെ വളരെ മാതൃകാപരമായി തന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് മുന്നിൽ പെരുമാറി. അപ്പോൾ ഇതെല്ലാം ഒരു ആഘോഷത്തിനപ്പുറത്ത് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ സ്നേഹത്തിനും ഐക്യത്തിനും ഒക്കെ ഇടയാക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇനി സ്കൂൾ അടയ്ക്കുന്ന ദിവസവും വിവിധ മത്സരങ്ങളും ആഘോഷങ്ങളും ഉണ്ട്. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് നടത്തേണ്ടതുള്ളതുകൊണ്ടാണ് ഇന്ന് നടത്തിയത്. വളരെ ഭംഗിയായി എല്ലാ കുഞ്ഞുങ്ങൾക്കും സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണസദ്യ. മുൻ എംപിയും പ്രാസംഗികനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ എ സമ്പത്തും ഓണമുണ്ണാനെത്തി. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ച അത് കേരളത്തിലെ പൊതുസമൂഹം ഉറ്റുനോക്കുന്നതാണ്, പ്രതീക്ഷയോടെ കാണുന്നതാണ്. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു നാട്. ആ കുട്ടികളെല്ലാവരും അവരെല്ലാം സോദരത്വേന അത്തരത്തിൽ അവരുടെ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഇടപെടുന്നതായിട്ടുള്ളൊരു നാട്. നമ്മുടെ രാഷ്ട്രത്തിലെ മഹത്തായ വിദ്യാഭ്യാസ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്. ആ നാടിൻ്റെ തലസ്ഥാനത്താണ് ഈ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കെല്ലാവർക്കും ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. ഒപ്പം നമ്മുടെ ഈ പ്രേക്ഷകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം നന്മ നിറഞ്ഞ ഓണം ആശംസകൾ ഈ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ ഫോർ ബോയ്സ് എന്ന് ഇപ്പോഴത്തെ പേര്, അതിൻ്റെ പേരിൽ ഞങ്ങൾ നേരുകയാണ്. കുട്ടികൾക്കൊപ്പമാണ് അധ്യാപകരും ഓണമുണ്ടത്. ഇനി പരീക്ഷ ചൂടാണ്. ഓണപരീക്ഷ കഴിഞ്ഞാലുടൻ ആഘോഷങ്ങളിലേക്ക് നീങ്ങണം. ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സ് മന്ത്രിച്ചു. ACV ന്യൂസ്, തിരുവനന്തപുരം.